നമസ്കാരം. മലയോര പട്ടയം. മലയോര പട്ടയത്തെക്കുറിച്ചും പട്ടയം എങ്ങനെ ലഭിക്കും, പട്ടയം ലഭിക്കാൻ ആർക്കാണ് അർഹത, എന്തൊക്കെ കടമ്പകൾ കടക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയോര പട്ടയം ലഭിക്കാനുള്ള അർഹത മനസ്സിലാക്കണമെങ്കിൽ മലയോര മേഖലകളുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് അല്പം പോകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വകുപ്പാണ് ഭൂമിയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട നോഡൽ ഏജൻസി. ലാൻഡ് ഗവേണൻസ് റവന്യൂ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. റവന്യൂ വകുപ്പിൽ നിന്നും മറ്റ് നിരവധി വകുപ്പുകളിലേക്ക് ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത്, ഇറിഗേഷൻ, പൊതുമരാമത്ത് ഇങ്ങനെ. ഭൂമി ലഭിച്ച വകുപ്പിന് ഭൂമി ഏതാവശ്യത്തിനാണോ വിട്ടുകിട്ടിയത് ആ ആവശ്യത്തിന് വിനിയോഗിക്കാം. പ്രൊപ്രൈറ്ററി റൈറ്റ് അഥവാ ഉപയോഗാനുമതി മാത്രമാണ് ഇപ്രകാരം കൈമാറുന്നത്. ഭൂമി വിട്ടു നൽകിയ ആവശ്യത്തിന് ആ സ്ഥലം വിനിയോഗിക്കാതെ വന്നാൽ അത് വീണ്ടും റവന്യൂ വകുപ്പിലേക്ക് തന്നെ ഡൈവസ്റ്റ് ചെയ്യും. പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കിയപ്പോൾ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, നദികൾ, കളിസ്ഥലങ്ങൾ, മൈതാനങ്ങൾ, മേച്ചിൽപ്പുറങ്ങൾ, ശ്മശാനം, ചന്ത എന്നിങ്ങനെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്കായി നീക്കിവെച്ച ഭൂമികളുടെ പ്രൊപ്രൈറ്ററി അവകാശം പഞ്ചായത്തിലേക്ക് കൈമാറിക്കിട്ടി. കേരളത്തിലെ 44 നദികളിൽ 9 പിന്നീട് റവന്യൂ വകുപ്പ് ഡൈവേസ്റ്റ് ചെയ്തു സംരക്ഷിക്കുകയുണ്ടായി. ഇതുപോലെ വനം വകുപ്പിനും റവന്യൂ പുറമ്പോക്ക് ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ആക്ട് പ്രകാരം വനമായി വിജ്ഞാപനം ചെയ്ത് വനമായി തന്നെ പരിപോഷിപ്പിക്കുന്നിടത്തോളം കാലം അത് ഫോറസ്റ്റ് വകുപ്പിന്റെ കൈവശം ഇരിക്കുന്നതാണ്. എന്നാൽ വനം എന്ന ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി പരിവർത്തനപ്പെടുത്തുകയോ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയോ ചെയ്യുന്ന പക്ഷം റവന്യൂ വകുപ്പ് ആ ഭൂമി തിരികെ ഡൈവേസ്റ്റ് ചെയ്യുന്നതാണ്. വനവും വന്യജീവികളുടെ സംരക്ഷണവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടുത്തരവാദിത്തമാകയാൽ കേന്ദ്ര ഗവൺമെന്റ് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസാക്കി. 1980 ഒക്ടോബർ 25 ഈ നിയമം നിലവിൽ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത, ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി റിസർവ് ചെയ്ത വനഭൂമി പോലും ഡീ റിസർവ് ചെയ്ത് മറ്റാവശ്യങ്ങൾക്ക് പതിച്ചു നൽകാൻ സംസ്ഥാന സർക്കാരിന് പരിപൂർണമായ അധികാരം ഉണ്ടായിരുന്നു. ഇപ്രകാരം നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ വനഭൂമി ക്ലിയർ ഫെയിൽ ചെയ്ത് പതിച്ചു നൽകുകയും മറ്റാവശ്യങ്ങൾക്ക് വ്യാപകമായി വിനിയോഗിക്കുകയും ചെയ്തു വന്നിരുന്നു. സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രം നേരിട്ട കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടാൻ കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഗ്രോ മോർ ഫുഡ് പദ്ധതി പ്രഖ്യാപിക്കുകയും വനഭൂമി കർഷകർക്ക് പതിച്ചു കൊടുക്കുകയും വനഭൂമിയിലേക്കുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നതോടുകൂടി വനഭൂമിയിലേക്കുള്ള കുടിയേറ്റം ക്രിമിനൽ കുറ്റമായി തീർന്നു. ഈ കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിക്കണം എന്ന നിലപാടുമായി വനം വന്യജീവി വകുപ്പ് മുന്നോട്ടു പോയി. എന്നാൽ ഗ്രോ മോർ ഫുഡ് തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി വനഭൂമി ഡീ റിസർവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലെ കുടിയേറ്റക്കാരെയും മറ്റും കുടിയിറക്കുന്നത് ഒരു സാമൂഹ്യ പ്രശ്നമായി തീർന്നു. അവസാനം ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. അങ്ങനെ സുപ്രീം കോടതി ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പഠിച്ച് ഒരു കട്ട് ഓഫ് ഡേറ്റ് നിശ്ചയിച്ചു. 1/1/1977 1/1/1977. ഈ തീയതിക്ക് മുൻപ് വനഭൂമിയിലേക്ക് കുടിയേറിയവരെ അവിടെ തന്നെ നിലനിർത്തുക. 1/1/1977 ശേഷം വനഭൂമിയിലേക്ക് കുടിയേറിയവരെ വനഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ച് മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുക. ഇപ്രകാരം 1/1/1977 മുൻപ് വനഭൂമിയിലേക്ക് കുടിയേറിയവരുടെ കൈവശത്തിൽ സംസ്ഥാനത്ത് 5 ജില്ലകളിലായി 28,588.159 ഹെക്ടർ വനഭൂമി ഉണ്ടെന്നാണ് അന്ന് കണ്ടെത്തിയത്. ഇതുകൂടാതെ 10,000 ഹെക്ടർ സ്ഥലത്തുകൂടി സംയുക്ത പരിശോധന പൂർത്തിയാക്കാനുണ്ടെന്നും അങ്ങനെ സംയുക്ത പരിശോധന പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങി അതും പതിച്ചു നൽകാവുന്നതാണെന്നും സുപ്രീം കോടതി തീർച്ചപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന് അതുവരെ ഉണ്ടായിരുന്ന ഡീ റിസർവേഷൻ എന്ന അധികാരം അവസാനിപ്പിക്കുകയും വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഉത്തരവായി. ഇതിനോടകം തന്നെ 1/1/1977 മുൻപുള്ള വനഭൂമി കുടിയേറ്റം ക്രമീകരിക്കുന്നതിനുള്ള പ്രത്യേക ഭൂമി പതിവ് ചട്ടങ്ങൾക്ക് രൂപം നൽകി പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ ചട്ടങ്ങളിൽ യാതൊരു നിയമവിരുദ്ധതയും ഇല്ലെന്നും ഈ ചട്ടങ്ങൾ പ്രകാരം പട്ടയം നൽകാവുന്നതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഈ ചട്ടങ്ങളിൽ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് JVR അഥവാ ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട്. ഇത് തയ്യാറാക്കുന്നത് റവന്യൂ വകുപ്പിലെയും
വനം വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ചേർന്നാണ്. സംയുക്ത പരിശോധനാ റിപ്പോർട്ട് എന്ന് പറയാം. ഇടുക്കി ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ 1980 ശേഷം നടത്തിയ റീസർവേ നടപടികളിൽ തയ്യാറാക്കിയ ലാൻഡ് രജിസ്റ്ററിൽ കൈവശക്കാരുടെ പേര് വിവരവും കൈവശ ഭൂമിയുടെ വിസ്തീർണവും മറ്റും ഉൾപ്പെട്ടു വന്നതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ JVRന് പകരമായി ലാൻഡ് രജിസ്റ്റർ ഉപയോഗിക്കാം എന്ന് തീരുമാനം കൈക്കൊണ്ടു. ഈ രണ്ട് രേഖകളും, അതായത് JVRും ലാൻഡ് രജിസ്റ്ററും, ലിസ്റ്റ് ഓഫ് അസൈനബിൾ ലാൻഡിന് പകരമായി ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. റൂൾ 6. പട്ടയ നടപടികളുടെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം സാധാരണ പട്ടയ നടപടി പോലെ തന്നെ. സാധാരണ പട്ടയ നടപടികളെക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. സുപ്രീം കോടതി അനുവദിച്ച 28,588.159 ഹെക്ടർ ഭൂമി ഇതിനോടകം പതിച്ചു നൽകി കഴിഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി പതിച്ചു നൽകേണ്ട 10,000 ഹെക്ടർ വനഭൂമിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി സമ്പാദിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അപേക്ഷ നൽകാനുള്ള സമയപരിധി ജൂലൈ 31 വരെ നീട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപേക്ഷാ ഫോറം വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കും. എല്ലാവർക്കും ഭൂമി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടയ നടപടികൾ സ്വീകരിക്കുന്നത്. 1/1/1977 മുൻപ് വനഭൂമിയിലേക്ക് കുടിയേറിയവർക്കാണ് പട്ടയം കിട്ടാൻ അർഹതയുള്ളത്. അവരുടെ അനന്തരാവകാശികൾക്കും പട്ടയത്തിന് അർഹതയുണ്ട്. സുപ്രീം കോടതി ആദ്യം അംഗീകരിച്ച 28,588.159 ഹെക്ടർ വരുന്നത് 5 ജില്ലകളിലാണ്: ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, കൊല്ലം, തൃശൂർ. ബാക്കി വരുന്ന 10,000 ഹെക്ടർ മേൽപ്പറഞ്ഞ 5 ജില്ലകൾ കൂടാതെ തിരുവനന്തപുരം, വയനാട്, കാസർഗോഡ് ജില്ലകളും കൂടി ഉൾപ്പെടുന്നതാണ്. ഈ ജില്ലകളിലുള്ളവർക്ക് പട്ടയത്തിന് അപേക്ഷിക്കാവുന്നതാണ്. കൈവശക്കാരുടെ കൃത്യമായ വിവരമടങ്ങിയ പ്രൊപ്പോസൽ ഫോറം എയിലുള്ള റിപ്പോർട്ട് സഹിതമാണ് കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിൽ സമർപ്പിക്കേണ്ടത്. കോമ്പൻസേറ്ററി അഫോറസ്ട്രേഷനുള്ള ഭൂമിയും വനവത്കരണത്തിനുള്ള പണവും നൽകേണ്ടതുണ്ട്. ദേശീയ വന നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടികൾ നടത്തുന്നത്. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.